ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ല നമ്മളിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് തിരക്കിലായിപ്പോയി കേട്ടോ. കുറച്ച് തിരക്ക് തന്നെ എനിക്ക് കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ്ങിലായിപ്പോയി കുറേ ദിവസമായിട്ട്. അത് അയക്കാനുള്ളതായിരുന്നു. അപ്പോൾ അത് അയച്ച് പാക്കാക്കി ഇന്ന് ഏട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു 1-2 ആഴ്ചക്കുള്ളായിട്ട് ഞാൻ ഫുള്ള് വരയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഞങ്ങൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയത്. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അറിയാനെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ എന്താ പറയുക, എപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇടാറുണ്ടല്ലോ. അപ്പോൾ കുറേ ദിവസമായി ഇടാത്തപ്പോൾ എനിക്ക് എല്ലാവരും ഒരു മിസ്സ് ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് കുറേ ദിവസം കാണാത്തതുകൊണ്ട് മിസ്സ് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് പറയണം കേട്ടോ. ആരൊക്കെ എൻ്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എത്ര എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് അറിയും കൂടി ചെയ്യാമല്ലോ. എന്തായാലും എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മിസ്സ് ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. പലയിടത്തും നല്ല മഴയാണല്ലേ. ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസൊക്കെ ഇടുന്നത് മഴേനെ കുറിച്ചായിരിക്കും. കാരണം വെച്ചാൽ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടം കേട്ടോ. മഴ പെയ്യുന്ന എത്ര കണ്ടാലും മതി വരില്ല. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നിർത്താതെ പെയ്യുന്ന മഴകളുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പറയും, ഓ മഴയൊന്നും നിന്നിരുന്നു, എന്ത് മഴ, ചടച്ച മഴ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും മഴേനെ ബോറടിച്ചിട്ടില്ല. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ. മഴയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. എന്നെപ്പോലെ മഴയെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ മറുപടി ഇടണം കേട്ടോ. എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. എൻ്റെ കുറിഞ്ഞിപ്പൂച്ച എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് മ്യാവൂ മ്യാവൂ കരഞ്ഞുകൊണ്ടിരിക്കും. അവളെപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവുക. ഇങ്ങനെ കണ്ടാ കേൾക്കുന്നുണ്ടോ അറിയില്ല. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഓടി വരും. ഇങ്ങനെ അവളോട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഉള്ളത്. എൻ്റെ കമ്മൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എൻ്റെ കമ്മൽ ഇതുണ്ടല്ലോ, ഇത് തങ്കമണി എന്ന് പറഞ്ഞൊരു ഏച്ചി, നമ്മളുടെ ഫ്ലൈ സംഘടനയിലുള്ളൊരു ഏച്ചി ഉണ്ടാക്കിയ കമ്മൽ കേട്ടോ. നമ്മളെപ്പോലെ ഭിന്നശേഷിക്കാരായ ഒരു ഏച്ചിയാണ്. അപ്പോൾ ഏച്ചി ഉണ്ടാക്കിയ കഴിഞ്ഞ മാസം ഞാൻ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവർ കുറേ കമ്മൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതമാർഗ്ഗമൊക്കെ അതാണ്. ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വേണ്ടി കമ്മൽ, മാല അങ്ങനെയുള്ള ഓർണമെൻറ്റ്സൊക്കെ അവർ ഉണ്ടാക്കി വിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ മേടിക്കും കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനത്തെ ഇതുപോലുള്ള കമ്മലുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട്. ഫാൻസി സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറശ്ശിനിക്കടവൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഫാൻസി സാധനങ്ങൾ മേടിച്ച് കൂട്ടുമായിരുന്നു. എനിക്കിഷ്ടമാണ് കമ്മൽ, മാല, വള, കുപ്പിവളകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുപ്പിവള നമുക്കിപ്പോൾ കടകളിലൊന്നും പോയിട്ട് സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റാത്തൊരു പ്രശ്നമേ ഉള്ളൂ. ആരെങ്കിലും മേടിച്ചുകൊണ്ട് തന്നാൽ ഇങ്ങനെ കുറേ കുപ്പിവള ശേഖരം എനിക്ക് ഉണ്ട്. എൻ്റെ ഏച്ചി ഉള്ളപ്പോൾ ബാംഗ്ലൂരുള്ള സമയത്ത് എനിക്ക് കുറേ വള മേടിച്ചുകൊണ്ട് തരാറുണ്ട്, കുപ്പിവളകൾ, വിദ്യേച്ചി. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ വളമൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കും. കുപ്പിവളകളിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടികൾക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും കുപ്പിവളകളോട് ഇഷ്ടമുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുപ്പിവളകൾ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരുപോലെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, എൻ്റെ വീഡിയോസ് എന്നെ നിങ്ങളിൽ ഒരാളായി കൂട്ടുന്നുണ്ടോ, നിങ്ങളുടെ ഒരു സഹോദരിയായിട്ടോ കൂട്ടുകാരിയായിട്ടോ ഒക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമുണ്ടെങ്കിലല്ലേ എൻ്റെ കമൻറ്റ് ബോക്സിൽ, എൻ്റെ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ വേണ്ടി കമൻറ്റ്സ് ഇടും. അതുകൊണ്ട് നിങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണം. പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലെങ്കിൽ, ഞാൻ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം. എൻ്റെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് മുകളിലോട്ടിൽ പോയി കണ്ടാൽ അറിയാം. ഞാനൊരു ഭിന്നശേഷിക്കാരായ ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും എന്നെപ്പോലെ തന്നെ ഭിന്നശേഷിയായ ഒരാളാണ്. എൻ്റെ ഒരു വീൽ ചെയറിലാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ്. ഏട്ടൻ ലോട്ടറി കച്ചവടമുണ്ട്, ലോട്ടറി കൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അറിയാത്ത ആൾക്കാർ കേട്ടോ, ചിലവർ ആരാണ് ഇങ്ങനെ വന്നിങ്ങനെ കുറേ സംസാരിച്ചിട്ട് പോകുന്നത്, ഇത് ആരാ എന്താണെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഞാൻ മൗത്ത് പെയിൻറ്ററാണ്, വായി കൊണ്ട് ചിത്രം വരക്കും. പിന്നെ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗാനമേളയൊക്കെ പാട്ട് പാടാൻ പോകാറുണ്ട്. ഫ്ലൈ എന്ന നമ്മുടെ സംഘടനയിൽ ഒരു ഗാനമേള ട്രൂപ്പുണ്ട് നമുക്ക്, ഫ്ലൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മ്യൂസിക് 85ഓളം സ്റ്റേജുകളിൽ നമ്മൾ ഗാനമേള അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ അവരോട് അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
അങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എന്താ പറയുക, ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങൾക്കൊക്കെ ഞങ്ങൾ പോയിട്ട് പരിപാടി പങ്കെടുക്കാറുണ്ട്. പറ്റുന്നവിടൊക്കെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. യാത്ര പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ യാത്ര പോകാറുണ്ട്. നമ്മളെപ്പോലെ ഭിന്നശേഷിക്കാരായ പൊതുവെ എല്ലാവരും 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോണ്ടവരല്ലല്ലോ നമ്മൾ. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ജീവിതത്തിൽ അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ കൂടെ കൂട്ടുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ എന്താ പറയുക, നിങ്ങളൊരാളായി കാണുക. മാറ്റി നിർത്തേണ്ട അല്ല നമ്മൾ ആരും. ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ആരും അങ്ങനെ ഇല്ല കേട്ടോ. പണ്ടൊക്കെ നമ്മളൊരു പുറത്ത് പോകുമ്പോൾ, ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ വീൽ ചെയറിലൊക്കെ നമ്മളിങ്ങനെ ഇരുന്നിട്ടാകുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഒരു കൗതുക വസ്തു പോലെ നോക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഫീലാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ കാലങ്ങൾ ഒരുപാട് മാറി. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ആരും നമ്മളിപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. എവിടെയെങ്കിലും ഒരു പാർക്കിലോ അല്ലെ ഒരു ബീച്ചിലോ അല്ലെ അങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ വീൽ ചെയർ എടുക്കാനും കൊണ്ടുപോകാനും നമ്മളെ മുന്നിൽ കയറ്റിയിട്ട് നമ്മളെ പരിപാടി കാണാൻ എളുപ്പത്തിൽ നമ്മളെ കൊണ്ടിരുത്താനൊക്കെ എല്ലാവരും ഭയങ്കര സ്നേഹത്താണ്. ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെ പോകാൻ നമുക്കൊരു മടിയില്ല. പണ്ടൊക്കെ എല്ലാവരും പല ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പം സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഭിന്നശേഷിക്കാരെ എന്താ പറയുക, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളും മുഖ്യധാരയിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ വേണ്ട ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. നമുക്കും അതുപോലെ തന്നെ മാറാൻ പറ്റുന്നുണ്ട്. ഒറ്റപ്പെടുത്താതെ നിങ്ങളെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു കോൺഫിഡൻസാണ്. നമ്മളും എല്ലാം അവകാശപ്പെട്ടവരാണ്. എല്ലാവരെ പോലെ നമുക്ക് നടക്കാൻ പറ്റുന്നവരാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ അപ്പുവിൻ്റെ കുര കേട്ടോ. ഇതൊക്കെയാണ് വീഡിയോ പിടിക്കുമ്പോൾ പ്രശ്നം. പകൽ ഞാനിങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ അവരൊക്കെ പുറത്തേക്ക് കൂടി ഒരാൾ പോകുമ്പോൾ അവർ കിടക്കടോ കുരച്ചുകൊണ്ടിരിക്കും. അവന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ ഭയങ്കര ബഹളം കേട്ടോ. അവരുടെ ജോലി അതാണല്ലോ, വീട് കാവലാണ്. അവരെ വർക്ക് അവർ ചെയ്യണമല്ലോ. ഇപ്പോൾ കുറയ്ക്കുന്ന വെച്ചാൽ നമ്മൾ വീടിന് മുന്നിൽ ഒരുപാട് ചേച്ചിമാർ തൊഴിലുറപ്പിന് പണിയെടുക്കുന്നുണ്ട്. അപ്പം തൊഴിലുറപ്പ് ചേച്ചിമാർ നമ്മൾ റോഡിൻ്റെ കാനയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. മഴക്കാലം വരുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളതാണ് ഈ വീഡിയോ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ബൈ.